ഹലോ, ഇന്ന് നമുക്ക് ഞായറാഴ്ചയായിട്ട് ഒരു ഉച്ചയൂണായാലോ? നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുള്ളൂ കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകുന്ന ഒരേ ഒരു ദിവസം ഞായറാഴ്ചയാണ്. അല്ലാത്ത ദിവസം നമുക്ക് എല്ലാവർക്കും പോകണം. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിറ്റേ ദിവസം ചൂടാക്കിയിട്ട് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് പോയിട്ട് എടുത്ത് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ മേമ ഫുഡ് കൊടുത്തയക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ് കേട്ടോ. ഇപ്പോൾ സുന്ദരേട്ടൻ ഇവിടെ പച്ചക്കറി കട്ട് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ തേങ്ങ ചിരകുന്നുണ്ട്. ഇനിയിപ്പോൾ ദർശൂട്ടിനാണ് ഈ തേങ്ങ വറുത്തരക്കുന്നത്. എല്ലാവരും കൂടി എടുക്കുമ്പോൾ നമുക്ക് പണിയുടെ ഭാരവും അറിയില്ല. പിന്നെ നമ്മൾ കുട്ടികളെ ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കുമ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ഇത്രയൊക്കെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുമല്ല, അവർക്കൊരു ഉത്തരവാദിത്ത ബോധം കൂടി വരികയും ചെയ്യും കേട്ടോ. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ട് അവരെ ശീലിപ്പിച്ചിട്ട് അവരെ നമ്മൾ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ അവർ ചെയ്തോളും. നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. പിന്നെ വലുതായിട്ട് അത് ചെയ്തു തരും ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. കാരണം നമ്മൾ ശീലിപ്പിച്ചത് അങ്ങനെയാണല്ലോ. നമ്മൾ എന്താണോ ശീലിപ്പിച്ചത് അതാണ് കുട്ടികൾ വലുതാകുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ നമ്മളൊന്നും പറയരുത്. നമ്മൾ അവരോട് പറയണം, അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് ശരിയാക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മളെ ഫാമിലിയിൽ കുട്ടികളും കൂടി ഇൻവോൾവ് ആകും. അവരെയും കൂടിയും കഷ്ടപ്പാടാണ് നമ്മുടെ ഫാമിലി വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളത് അവർക്കും കൂടി ഒരു ബോധ്യം ഇതിലൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യിക്കുക. ഇപ്പോൾ ദേവൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്, അടിച്ച് വാരി തരാറുണ്ട്, മുറ്റം തൂത്തരാറുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം അവളും ചെയ്യാറുണ്ട്. പിന്നെ അവളെ ഞാൻ അടുക്കള ചീര പറിക്കാൻ പറഞ്ഞയച്ചതാണ് കേട്ടോ. ഇതാണ് അടുക്കള ചീര. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അടുക്കള ചീര. അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചു. അങ്ങനെ നമ്മൾ ഊണൊക്കെ ഉണ്ടാക്കി. പിന്നെ നമുക്ക് സാമ്പാർ, കൂന്തൽ ഫ്രൈ, അടുക്കള ചീര, പിന്നെ മാന്തൽ ഫ്രൈ, അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബായ്.